വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മഹാനഗരമായി നിനവയ്ക്ക് നഹൂം പ്രവാചകനിൽ കൂടി നൽകിയ രണ്ടാമത്തെ മുന്നറിയിപ്പാണ് നഹൂം 2-ാം അധ്യായം 1-ാം വാക്യം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. നിനവയ്ക്ക് ഒന്നാമത് യോനയിൽ കൂടിയാണ് മുന്നറിയിപ്പ് നൽകിയത്. മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് നിനവയിലെ ചെറിയവരും വലിയവരും ഒരുപോലെ രട്ടുടുത്ത് ഉപവസിച്ചു. അവർ മാനസാന്തരപ്പെട്ടു. യോന 3:5-6 വാക്യങ്ങൾ. 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിഗ്രഹ ആരാധനയിലേക്ക് തിരിയുകയും അനീതി പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു. അവരുടെ മാനസാന്തരം കേവലം താൽക്കാലികം ആയിരുന്നു. തുടർന്ന് നഹൂമിൽ കൂടി ദൈവം നിനവയോട് വീണ്ടും സംസാരിച്ചു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. നഹൂം 1:3. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം. ഇല്ല എങ്കിൽ സംഹാരകൻ നിനക്കെതിരായി വരികയും അവൻ നിന്നെ നശിപ്പിക്കുകയും ചെയ്യും. നശിക്കാതിരിപ്പാൻ നിന്റെ കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നഹൂം 2:1. നിനവയുടെ ചരിത്രം പറയുന്നത് രണ്ടാമത് നൽകിയ മുന്നറിയിപ്പ് അവർ അവഗണിക്കുകയും തന്മൂലം BC 612 ബാബിലോണിയൻ സൈന്യം നിനവയെ കീഴടക്കി നഗരം അഗ്നിക്കിരയാക്കുകയും ചെയ്തു എന്ന്. ഒരിക്കൽ നാമം ദൈവശബ്ദം കേട്ട് മടങ്ങി വന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ ആത്മീക അനുഭവത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. നമ്മിലുണ്ടായിരുന്ന ആത്മീക ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ശിംശോനിൽ നിന്നും ശക്തി നഷ്ടപ്പെട്ടത് അവൻ അറിയാതിരുന്നത് പോലെ നമ്മിലുണ്ടായിരുന്ന ആത്മീക ശക്തി നഷ്ടപ്പെട്ടത് നാം അറിയുന്നില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ട ആത്മീക ശക്തി തിരികെ ലഭിക്കണം. ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ ഏറെ നാൾ നീണ്ടു നിൽക്കുകയില്ല. കരുണയുടെ വാതിൽ അടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനാൽ ഒരു മടങ്ങി വരവ് ഉണ്ടായേ മതിയാവൂ. ഇല്ലയെങ്കിൽ യാക്കോബ് പറയുന്നത്, ഇതാ ന്യായാധിപതി വാതിൽക്കൽ തന്നെ നിൽക്കുന്നു. യാക്കോബ് 5:9. സംഹാരകരിൽ നിന്നും വിടുതൽ നേടുവാൻ 4 സംഗതികൾ ചെയ്യണം. 1. കോട്ട കാക്കണം. പഴയ നിയമത്തിൽ ആരെങ്കിലും അറിയാതെ കൊല ചെയ്താൽ ഓടി രക്ഷപ്പെടുവാൻ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. സംഖ്യ 35:6. ഇതേ വിധത്തിൽ വിശ്വാസിക്ക് രക്ഷപ്പെടുവാനുള്ള കോട്ട കുഞ്ഞാടിൻ്റെ രക്തക്കോട്ടയാണ്. ഈ രക്തക്കോട്ടയിൽ മറയുന്ന ആർക്കും സംഹാരകനെ പേടിക്കേണ്ടതില്ല. അതായത് ക്രൂശിൻ്റെ ചുവട്ടിൽ അഭയം പ്രാപിക്കുന്ന ഏതൊരാൾക്കും രക്ഷ പ്രാപിക്കാം. 2. വഴി സൂക്ഷിക്കണം. നമ്മുടെ മുൻപിൽ 2 വഴികളുണ്ട്. വിശാലവും നിരപ്പും ആയ വഴിയും ഇടുക്കവും ഞെരുക്കമുള്ളതുമായ വഴിയും. വിശാലമായ വഴി നല്ലതായി തോന്നാം. സദൃശവാക്യം 16:25 പറയുന്നത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. അനേകർ സഞ്ചരിക്കുന്നത് വിശാല വഴിയിൽ കൂടിയാണ്. ശരിയായ വഴി ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പ്രഖ്യാപിച്ച ക്രിസ്തു മാത്രമാണ് ആ വഴി. സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. 37:5. 3. അരമുറുക്കണം. ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടിയുള്ള യാത്ര നമ്മെ ഒരു പോർക്കളത്തിലേക്കാണ് എത്തിക്കുന്നത്. അവിടെ വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടും പോരാടേണ്ടി വരും. ജീവൻ്റെ വഴിയിൽ നടപ്പാൻ അവൻ സമ്മതിക്കുകയില്ല. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ കർത്താവിനെ തെറ്റിക്കുവാൻ ശ്രമിച്ചവന് അവൻ ഏത് വിധത്തിലും തകർക്കുവാൻ ശത്രു ശ്രമിക്കും. അവൻ്റെ തന്ത്രങ്ങൾ അനവധിയാണ്. ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചേ മതിയാകൂ. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും വിശ്വാസം എന്ന പരിച എടുത്തും രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചും ദൈവവചനമെന്ന വാളേന്തിയും വേണം ശത്രുവിനെ എതിർക്കേണ്ടത്. എഫെസ്യർ 6:14. 4. നമ്മെ തന്നെ ശക്തീകരിക്കണം. സ്വന്തം ശക്തിയിൽ ഊറ്റം കൊള്ളുന്നവരാ എല്ലാവരും. ആ ശക്തി കൊണ്ടൊന്നും സംഹാരകനെ നേരിടുവാൻ കഴിയില്ല.
ശത്രുവിൻ്റെ ശക്തി നാം മനസ്സിലാക്കണം. ശത്രുവിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് വാഴ്ചകളും അധികാരങ്ങളും ലോകാധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയും എന്ന എഫെസ്യർ 6:12. ഈ ശത്രുവിനെ നേരിടുവാൻ കർത്താവ് നൽകുന്ന അമിത ബലം നമുക്ക് ആവശ്യമാണ്. അതായത് നാം പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. ആ ശക്തി കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. യെശയ്യാവ് പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന 40:31. ദിനംതോറും കർത്താവിൽ ലഭിക്കുന്ന ശക്തിയാൽ നാം പുതുക്കപ്പെടണം. അതിന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ സംഹാരകൻ്റെ ശക്തിയിൽ നാം തകർന്നു പോകും. കർത്താവേ, ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് പുതുശക്തി പ്രാപിച്ച് സംഹാരകനോട് എതിർത്ത് നിൽപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ.